2020 മെയ് 12 സമയം വൈകിട്ട് 8 മണി. ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ന്യൂദില്ലിക്ക് തെക്കുപടിഞ്ഞാറായി കിടക്കുന്ന പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ 2 IL-76 വിമാനങ്ങൾ തങ്ങളിലേക്ക് ആഗതരാവേണ്ട ഒരു മിലിറ്ററി യൂണിറ്റിന് വേണ്ടുന്ന കാത്തിരിപ്പിലായിരുന്നു. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നായ അസാമിലെ ചബുവ എയർബേസിലേക്ക് സൈനികരുമായി ടേക്ക് ഓഫ് ചെയ്യേണ്ട ഈ വിമാനങ്ങൾ അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ നിലനിന്നിരുന്ന പാലം ബേസിന്റെ ടെക്നിക്കൽ ഏരിയയിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. ജമ്മു കാശ്മീരിലെ ലഡാക്കിൽ ചൈനയുമായി ഇന്ത്യ ഏറ്റുമുട്ടിയ ഗൽവാൻ സംഘർഷം നടന്നിട്ട് ദിവസങ്ങളേറെ ആയിരുന്നില്ല എന്നതിനാലും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും ചൈനയും തങ്ങളുടെ അതിർത്തികളിൽ വൻ സൈനിക നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനാലും ഈ ഇല്യൂഷൻ വിമാനങ്ങളുടെ ചബുവയിലേക്കുള്ള യാത്രയ്ക്ക് മാനങ്ങളേറെയായിരുന്നു. നോർത്ത് ഈസ്റ്റ് മേഖലയിൽ വിന്യസിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും ആവശ്യമായ ചില അതിനൂതന ഉപകരണങ്ങളും ആയുധങ്ങളുമായിരുന്നു ഈ വിമാനങ്ങളിൽ ഉണ്ടായിരുന്നത് എന്ന് വിശ്വസിച്ചിരിക്കെ പ്രസ്തുത സാഹചര്യം മുൻനിർത്തി എയർഫോഴ്സ് കമാൻഡോ യൂണിറ്റായ ഗരുഡ് കമാൻഡോകൾ ഇവയ്ക്ക് കനത്ത കാവലുമാണ് ഒരുക്കിയിരുന്നത്. പെട്ടെന്ന് ഒലീവ് ഗ്രീൻ നിറമുള്ള 4ഓളം മിലിറ്ററി ബസ്സുകളിൽ പാലം എയർബേസിലെ ടാർമാർക്കിലേക്ക് കടന്നുവന്ന ഒരു സംഘം സൈനികർ ദ്രുതഗതിയിൽ ഈ വാഹനങ്ങളിൽ നിന്നും ഇറങ്ങുകയും തങ്ങളുടെ ആയുധങ്ങളുമായി ടാക്സി ബേയിൽ പാർക്ക് ചെയ്തിരുന്ന പ്രസ്തുത വിമാനങ്ങളിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. മുഴുവൻ സൈനികർ ഞൊടിയിടയിൽ ഇല്യൂഷനുകളിൽ ബോർഡ് ചെയ്തതും മിനിറ്റുകൾക്കുള്ളിൽ ഈ വിമാനങ്ങൾ ചബുവയെ ലക്ഷ്യമാക്കി അതിവേഗത്തിൽ തന്നെ പറന്നുയർന്നു. എന്നാൽ ഈ ഇല്യൂഷൻ വിമാനങ്ങളിൽ സാധാരണ ആയുധങ്ങളുടെയും നൂതന ഉപകരണങ്ങളുടെയും മറവിൽ ഇന്ത്യയുടെ ടാക്ടിക്കൽ ആണവ പോർമുനകളും അതിനോടൊപ്പം തന്നെ ഇവയെ കൈകാര്യം ചെയ്യുന്ന ഒരു സവിശേഷ സൈന്യത്തെയുമായിരുന്നു തങ്ങൾ യാത്രയാക്കിയതെന്ന് പാലം വ്യോമതാവളത്തിലെ ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും അപ്പോഴും അറിഞ്ഞിരുന്നില്ല. രാജ്യത്തിന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിലെ ഉന്നതർക്കും വളരെ കുറച്ചു മാത്രം ഓഫീസർമാർക്കും അറിവുണ്ടായിരുന്ന ഈ രഹസ്യ ദൗത്യം ശത്രു മേഖലകൾക്കടുത്ത് ഇന്ത്യ നടത്താൻ ഉദ്ദേശിച്ച ഒരു പ്രത്യേക സേനയുടെ പൂർണ്ണ വിന്യാസത്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് അവർ അറിഞ്ഞത് പിന്നീടാണ്. സ്വന്തം വൈരികൾക്കെതിരെയുള്ള ന്യൂഡൽഹിയുടെ ആണവ പ്രതിരോധത്തിന്റെ കുന്തമുനയും ഇന്ത്യയുടെ ന്യൂക്ലിയർ ഫോഴ്സുമായ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് അഥവാ സ്ട്രാറ്റജിക് ന്യൂക്ലിയർ കമാൻഡ് എന്ന സൈന്യമായിരുന്നു അത്. ഇന്ത്യൻ ആണവായുധങ്ങളുടെ പരിപാലകരും രഹസ്യമായി 1000-ലധികം വരുന്ന ന്യൂക്ലിയർ വെപ്പണുകളുടെ ഒരു വൻ ശേഖരത്തെ കൈകാര്യം ചെയ്യുന്ന സേനയുമെന്ന് പാശ്ചാത്യ ചാര ഏജൻസികൾ വിശേഷിപ്പിക്കുന്നതുമായ SFCയെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ. ഒപ്പം ഈ അതിമാരക സൈന്യത്തെ രൂപീകരിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ച മറ്റു സാഹചര്യങ്ങളെപ്പറ്റിയും നമുക്ക് കൂടുതൽ അടുത്തറിയാം. ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ 1998 മെയ് 11-നും 13-നും ഒന്നിനു പിറകെ ഒന്നായി വിജയകരമായ 5 അണവായുധ പരീക്ഷണങ്ങൾ നടത്തിയതോടെ ഏഷ്യയിലെ 2ാമത്തെയും ലോകത്തിലെ 6ാമത്തെയും പ്രഖ്യാപിത ആണവ ശക്തിയായി മാറിയ ഇന്ത്യക്ക് തുടർ വർഷങ്ങളിൽ ഇതിനോടകം തന്നെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്ന തങ്ങളുടെ പരിമിത എണ്ണം ന്യൂക്ലിയർ ബോംബുകളുടെ പരിപാലനത്തിനും വിക്ഷേപണത്തിനുമായി ഒരു സമർപ്പിത സേനയെ സജ്ജമാക്കേണ്ടത് അനിവാര്യമായിരുന്നു. രാഷ്ട്രരൂപീകരണത്തിന്റെ തുടക്കകാലം മുതൽക്ക് തന്നെ പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ സിദ്ധാന്തത്തെ അനുവർത്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ സായുധ സേനകൾക്ക് ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു സുരക്ഷാ സിദ്ധാന്തത്തിലേക്ക് മാറാനുള്ള സങ്കീർണതകളായിരുന്നു അതിന് കാരണം. ഇന്ത്യൻ സേനകളുടെ അന്നേ വരെയുള്ള എല്ലാവിധ ആയുധ പരിപാലന നിയമങ്ങളെയും വ്യവസ്ഥകളെയും പാടെ മാറ്റിമറിച്ച ഈ പുതിയ സാഹചര്യം അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ വെപ്പണുകളുടെ കൃത്യമായ കൈകാര്യത്തിനും അനുബന്ധമായി അവയുടെ സുരക്ഷിതമായ വിക്ഷേപണത്തിനും ഒരു വിദഗ്ധ സൈന്യദളത്തെ സൃഷ്ടിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ന്യൂഡൽഹിയെ എത്തിച്ചത്. ഈ ഭൂഗോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായ നശീകരണായുധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അണ്വായുധങ്ങളെ രാജ്യത്തിനുള്ളിലെ രഹസ്യ അറകളിൽ സൂക്ഷിക്കാനും ഇവയെ ഒരു ആണവ തിരിച്ചടിയുടെ സമയത്ത് ശത്രുക്കൾക്കെതിരെ തൊടുക്കാനും പ്രാപ്തമായ ഒരു സേനയെ വാർത്തെടുക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളുടെ ഉദ്ദേശവും. ഇതിന് ശീതയുദ്ധകാലത്ത് തന്നെ അണ്വായുധങ്ങൾ സ്വായത്തമാക്കുകയും അവയെ കൈകാര്യം ചെയ്യാൻ കാര്യക്ഷമമായ സൈനിക വ്യൂഹങ്ങളെ നിയോഗിക്കുകയും ചെയ്ത പഞ്ചമഹാശക്തികളെ മാതൃകയാക്കാനുമായിരുന്നു ഇവരുടെ പദ്ധതിയും. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ രാജ്യങ്ങളുടെ വിക്ഷേപണ സേനകളോട് കിടപിടിക്കുന്ന തരത്തിൽ കര, കടൽ, ആകാശം എന്നീ തലങ്ങളിൽ നിന്ന് ഭൂമിയുടെ ഏത് കോണിലേക്കും ഇന്ത്യയുടെ വൈരികൾക്ക് മേൽ ന്യൂക്ലിയർ അറ്റാക്ക് നടത്താൻ ശേഷിയുള്ള ഒരു സൈന്യത്തെ തയ്യാറാക്കാൻ 2000 ആണ്ട് ഡിസംബർ 18-ന് ദില്ലിയിലെ ദേശീയ സുരക്ഷാ കൗൺസിൽ അന്നത്തെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിക്ക് ശുപാർശ നൽകിയിരുന്നു.
ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ നൽകിയ ശുപാർശയനുസരിച്ച് രാജ്യത്തിന്റെ ആണവായുധങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഒരു കമാൻഡ് അതോറിറ്റിയും അവയെ പരിപാലിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും മറ്റൊരു മെയിൻറ്റെയിനിങ് ആൻഡ് ഡെലിവറിംഗ് അതോറിറ്റിയും സ്ഥാപിക്കണമെന്നായിരുന്നു പ്രധാനമന്ത്രി വാജ്പേയി അധ്യക്ഷനായിരുന്ന കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയിൽ ഉയർന്നു വന്ന നിർദ്ദേശം. തൽഫലമായി ഇക്കാര്യങ്ങളുടെ നടത്തിപ്പിനും മേൽനോട്ടത്തിനുമായി വിഖ്യാത ശാക്തിക തന്ത്രജ്ഞനും ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ തലവനുമായിരുന്ന ഡോക്ടർ കെ സുബ്രഹ്മണ്യത്തെ ചെയർമാനാക്കി ഒരു ഉന്നതതല സമിതിയെ തന്നെ 2001 മാർച്ച് 18 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. 1998 മെയ്യിൽ ഇന്ത്യ നടത്തിയ അണവായുധ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ തങ്ങൾ സ്വയരക്ഷയ്ക്കായി പരിമിത എണ്ണം ന്യൂക്ലിയർ ബോംബുകൾ മാത്രമേ സൂക്ഷിക്കുന്നുവെന്നും ഒരു യുദ്ധമുണ്ടായാൽ ആദ്യം ആണവായുധം ഉപയോഗിക്കില്ലെന്നും ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ സുവ്യക്തമായ ഈ ആണവ നയത്തെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിക്രമമാണ് രാജ്യത്തിൻ്റെ അണ്വായുധ നിയന്ത്രണ അതോറിറ്റിക്കും അവയുടെ പരിപാലന വിക്ഷേപണ അതോറിറ്റിക്കും വേണ്ടിയുള്ള സ്ഥാപന ചർച്ചകളിലൊക്കെയും സുബ്രഹ്മണ്യം കമ്മിറ്റി അനുവർത്തിച്ചത്. തൽഫലമായി ഇന്ത്യയിലെയും വിദേശത്തെയും തലമുതിർന്ന പല പ്രതിരോധ വിദഗ്ധരുമായും ഈ സമിതി ആശയവിനിമയം നടത്തുകയും അമേരിക്കൻ ഐക്യനാടുകൾ, റഷ്യൻ ഫെഡറേഷൻ, യുണൈറ്റഡ് കിങ്ഡം, ഫ്രഞ്ച് റിപ്പബ്ലിക് എന്നീ വൻ ശക്തി രാജ്യങ്ങളിലെ ന്യൂക്ലിയർ കമാൻഡ് മാതൃകയും ന്യൂക്ലിയർ ഫോഴ്സ് മാതൃകയും വിശദമായി പഠിക്കുകയും ചെയ്തു. രാജ്യത്തിനകത്തും പുറത്തും നടത്തപ്പെട്ട മാസങ്ങൾ നീണ്ട കൂടിയാലോചനകൾക്കും പഠനങ്ങൾക്കും ശേഷം പ്രധാനമന്ത്രി ചെയർമാനായി വരുന്ന ഒരു ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയെയും 3 സ്റ്റാർ റാങ്കുള്ള സായുധസേനാ ഉദ്യോഗസ്ഥർ കമാൻഡറായി വരുന്ന ഒരു ന്യൂക്ലിയർ മെയിൻറ്റെയിനിങ് ആൻഡ് ഡെലിവറിംഗ് അതോറിറ്റിയെയും ഇന്ത്യയുടെ ആണവായുധ നിയന്ത്രണത്തിനും പരിപാലന വിക്ഷേപണത്തിനും വേണ്ടി രൂപീകരിക്കാൻ സുബ്രഹ്മണ്യം കമ്മിറ്റി 2002 ജനുവരിയിൽ പ്രധാനമന്ത്രി വാജ്പേയിക്ക് റിപ്പോർട്ട് നൽകി. രാജ്യത്തിന്റെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയെയും ന്യൂക്ലിയർ ഫോഴ്സിനെയും രൂപീകരിക്കുവാനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കെ സുബ്രഹ്മണ്യം അധ്യക്ഷനായ കമ്മിറ്റിയിൽ നിന്നും ലഭ്യമായതോടെ ഇന്ത്യയുടെ അണ്വായുധങ്ങൾ നിയന്ത്രിക്കാൻ 2 ഘടകങ്ങളുള്ള ഒരു ഏജൻസിയെയും ഇവയെ പരിപാലിക്കാനും തൊടുക്കാനും മറ്റൊരു സവിശേഷ സേനയെയും നിയമിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ന്യൂദില്ലിയിലെ പ്രധാനമന്ത്രി കാര്യാലയം തുടക്കം കുറിച്ചു. പ്രസ്തുത കമ്മിറ്റിയുടെ ഉപദേശങ്ങളിൽ ഒരു മാറ്റവും വരുത്താതെ പ്രധാനമന്ത്രി തലവനായുള്ള ഒരു പൊളിറ്റിക്കൽ കൗൺസിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തലവനായുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയെ നയിക്കുമ്പോൾ ഇവരുടെ ആജ്ഞകൾക്കനുസരിച്ച് 3 സ്റ്റാർ റാങ്ക് ഓഫീസർ തലവനായുള്ള ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഇന്ത്യൻ ആണവായുധങ്ങളെ പരിപാലിക്കുകയും ആവശ്യമായ സമയത്ത് ഇവയെ വിക്ഷേപിക്കുകയും ചെയ്യുന്ന വിധത്തിലായിരുന്നു PMOയും നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും ഈ 2 സംവിധാനങ്ങളുടെയും പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്കെതിരെ ഇന്ത്യൻ ആണവായുധങ്ങൾ ലോഞ്ച് ചെയ്യാനുള്ള ഫൈനൽ ബട്ടൺ അമർത്തുന്ന ചുമതല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിൽ നിക്ഷിപ്തമാക്കാനും ഇവയെ വൈരികളുടെ ഭൗതിക ലക്ഷ്യങ്ങളുടെ നേർക്ക് കൃത്യമായി തൊടുത്തുവിടേണ്ട ചുമതല ആണവസേന കമാൻഡറിന് നൽകാനുമായിരുന്നു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ അന്തിമമായി ഉണ്ടായ ധാരണ. 1969 മുതൽ 2002 ജനുവരി വരെ ഇന്ത്യ നിർമ്മിച്ച കുറഞ്ഞ അളവിലുള്ള ന്യൂക്ലിയർ സ്റ്റോക്ക് പൈലുകൾ ട്രോംബെയിലെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ ഫെസിലിറ്റിയുടെ അതീവ രഹസ്യമായ ഭൂഗർഭ അറകളിൽ നിന്നും ആ വർഷം അവസാനത്തോടുകൂടി തന്നെ പുതിയ ആണവസേനയ്ക്ക് കൈമാറണമെന്നും CCSൽ തീരുമാനമായി. ഇതോടെ അണ്വായുധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മാസങ്ങൾ നീളുന്ന വിദഗ്ധ പരിശീലനത്തിന് കരസേന, വ്യോമസേന, നാവികസേന എന്നീ സൈന്യ വിഭാഗങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത ഓഫീസർമാരെയും സൈനികരെയും 2002 ഫെബ്രുവരിയിൽ ബാർക്കിലേക്ക് അയക്കപ്പെട്ടു. കുറഞ്ഞത് 9 മാസത്തെ ടെക്നിക്കൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ട്രെയിനിങ്ങിന് ശേഷം ഇവർ പ്രതിരോധ മന്ത്രാലയത്തിൽ റിപ്പോർട്ട് ചെയ്തതും ഇന്ത്യൻ ആർമിയുടെ 50ഓളം വരുന്ന ഹ്രസ്വദൂര, ദീർഘദൂര മിസൈലുകളെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെ 40ഓളം മിറാഷ്, ജാഗ്വാർ ഫൈറ്റർ ബോംബറുകളെയും ഏറ്റെടുത്തുകൊണ്ട് എയർ മാർഷൽ തേജമോഹൻ അസ്താന കമാൻഡറായി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് എന്ന പേരിൽ 2003 ജനുവരി 4 ഇന്ത്യയുടെ ആദ്യ ആണവസേന അഥവാ ന്യൂക്ലിയർ ഫോഴ്സ് നിലവിൽ വന്നു. സമർപ്പിതമായ ഒരു ആണവസേന എന്ന നിലയ്ക്ക് രാജ്യത്തിന്റെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ സമ്പൂർണ്ണ നിയന്ത്രണ അധികാരത്തിൽ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് എന്ന ഇന്ത്യയുടെ ആദ്യ ആണവസേന നിലവിൽ വന്നതോടെ 2004 ജനുവരിയോടുകൂടി ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഷോർട്ട് റേഞ്ച്, മീഡിയം റേഞ്ച്, ലോങ് റേഞ്ച് മിസൈലുകളുടെ 40 എണ്ണം കൂടി ഈ സൈന്യദളത്തിന്റെ സംരക്ഷിത കലവറകളിലേക്ക് പൂർണ്ണമായും കൈമാറപ്പെട്ടു. കൂടാതെ മിറാഷ് 2000, സെപ്പികാറ്റ് ജാഗ്വാർ,
സുഖോയ് 30 MKI എന്നീ വിമാനങ്ങളടങ്ങുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു സ്ക്വാഡ്രൺ ഫൈറ്റർ ബോംബറുകളും കൂടുതലായി ഇവർക്ക് നൽകാൻ അതേ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലെ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ് ഉത്തരവിട്ടു. അതോടെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി കണ്ടെത്തിയ ഇന്ത്യയിലെ ഒട്ടനേകം തന്ത്രപ്രധാന നഗരങ്ങളിലും മറ്റു ചില വിദൂര സ്ഥാനങ്ങളിലും സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിന് താവളങ്ങളൊരുക്കാൻ കേന്ദ്ര സർക്കാർ ഊർജിതമായ നടപടികളാണ് ആരംഭിച്ചത്. ഇന്ത്യയുടെ പ്രമുഖ അണ്വായുധ ഗവേഷണ സ്ഥാപനമായ ബാർക്കിൻ്റെയും മറ്റൊരു ആയുധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെയും സമ്പൂർണ്ണ പങ്കാളിത്തം ഉൾപ്പെടുന്ന സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിൽ ഇക്കാരണം കൊണ്ട് തന്നെ രാജ്യത്തെ മുൻനിര പ്രതിരോധ ശാസ്ത്രജ്ഞരുടെ മുഴുവൻ സമയ മേൽനോട്ടവും ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി ഉറപ്പുവരുത്തി. അതീവ സങ്കീർണവും കൂടുതൽ അപകടകരവുമായ ആണവായുധങ്ങളുടെ സുരക്ഷിത പരിപാലനവും അവശ്യ സമയത്തുള്ള ഇവയുടെ കൃത്യമായ വിക്ഷേപണവും ശരിയായ ക്രമത്തിൽ തന്നെ നടത്തുന്നതിനായിരുന്നു ഇത്. തൽഫലമായി ഈ ടീം നയിക്കുന്ന SFCയുടെ ആദ്യ ജോയിന്റ് ഏരിയൽ സ്ട്രൈക്ക് ഫോഴ്സ് മധ്യപ്രദേശിലെ മഹാരാജ്പൂരിൽ സ്ഥാപിതമായി. ഏകദേശം 18 മിറാഷ് 2000 ഫൈറ്റർ ബോംബറുകളുടെ ഈ ന്യൂക്ലിയർ അറ്റാക്ക് സ്ക്വാഡ്രൺ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാനെ ഉന്നം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. അനന്തരം ഹരിയാനയിലെ അംബാലയിലും ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലും 32ഓളം വരുന്ന ജാഗ്വാർ സുഖോയ് 30 MK ഫൈറ്റർ ബോംബറുകളുടെ 2 സ്ക്വാഡ്രണുകളെയും തയ്യാറാക്കിയതോടെ തങ്ങളുടെ ഏരിയൽ ന്യൂക്ലിയർ അറ്റാക്ക് സ്ക്വാഡ്രണിലെ അവശേഷ വ്യൂഹങ്ങളെ ചൈനയ്ക്കെതിരെ വിന്യസിച്ചുകൊണ്ട് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് വൈരികൾക്ക് മേലുള്ള ഇന്ത്യയുടെ ആണവ തിരിച്ചടിക്കുള്ള ലാൻഡ് എയർ ഡിപ്ലോയ്മെന്റുകൾക്ക് പര്യവസാനം കുറിച്ചു. പിന്നീട് 2018 രാജ്യത്തിന്റെ ആദ്യ ന്യൂക്ലിയർ സബ്മറൈനായ INS അരിഹന്തിനെയും കൂടി SFCക്ക് കൈമാറിയതോടെ 700 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-15 SLB മിസൈലുകളുമായി കടലിലും തങ്ങളുടെ അവസാന വിന്യാസം SFC പൂർത്തിയാക്കി. നിലവിൽ ആഗോള ആണവ സേനകളുടെ റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്തുള്ള ഒരു അതിമാരക ന്യൂക്ലിയർ ഫോഴ്സാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് അഥവാ സ്ട്രാറ്റജിക് ന്യൂക്ലിയർ കമാൻഡ്. കര, കടൽ, ആകാശം എന്നീ 3 തലങ്ങളിൽ നിന്നും ശത്രുക്കൾക്കെതിരെ ആണവായുധങ്ങൾ തൊടുക്കാൻ കഴിവുള്ളതും സുശക്തമായ ഒരു അണ്വായുധ തിരിച്ചടിക്ക് സജ്ജമായതും ന്യൂക്ലിയർ ട്രയാഡ് ഗണത്തിലെ ഏറ്റവും ആധുനികവുമായ ഒരു ആണവ സേനയുമാണ് ഇതെന്ന് അന്തർദേശീയ യുദ്ധകാര്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ത്രിതല ആണവ പ്രതികരണ സംവിധാനമുള്ള ഇതര രാജ്യങ്ങളായ അമേരിക്ക, റഷ്യ, ചൈന എന്നിവരുടെ ആണവ സേനകൾക്കൊപ്പം കിടപിടിക്കാൻ കഴിയുന്ന ഒരു മികവുറ്റ സേനയാണ് ഇന്ത്യൻ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് എന്ന് ഈ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അതിനൊരു ഉദാഹരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് SFCയുടെ കൈവശമുള്ള ന്യൂക്ലിയർ സബ്മറൈനുകൾ വഹിക്കുന്ന K-5 അണ്വായുധ ഭൂഖണ്ഡാന്തര മിസൈലുകൾ ലോകത്തിന്റെ ഏതു ഭാഗത്തും ഒരു ന്യൂക്ലിയർ അറ്റാക്കിന് പ്രാപ്തമാണെന്ന യാഥാർത്ഥ്യത്തെയാണ്. ഇത് പ്രാദേശികമായ ശാക്തിക കരുത്തിന്റെ പ്രയോഗത്തിനപ്പുറം കാതങ്ങൾക്കപ്പുറമുള്ള വിദൂര സ്ഥാനങ്ങളിലേക്കും ഇന്ത്യൻ ആണവസേനയുടെ പ്രഹര സാധ്യതകളെ അടയാളപ്പെടുത്തുന്നുണ്ട്. രൂപീകരണത്തിന്റെ തുടക്കകാലത്ത് ഇന്ത്യയുടെ ആണവസേനയായ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കര, ആകാശം എന്നീ തലങ്ങളിൽ നിന്നും മാത്രം ഒരു ന്യൂക്ലിയർ അറ്റാക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള ഭാഗികമായ ഒരു ന്യൂക്ലിയർ ട്രയാഡാണ് ഉണ്ടായിരുന്നത്. ഇക്കാരണം കൊണ്ട് തന്നെ തങ്ങളുടെ ന്യൂക്ലിയർ ഫോഴ്സിന്റെ ആക്രമണ പരിധിയെ ഇന്ത്യക്ക് പരിമിതപ്പെടുത്തേണ്ടിയും വന്നിരുന്നു. എന്നാൽ 2018 നവംബർ 4 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനിയായ INS അരിഹന്ത് ന്യൂക്ലിയർ വാർ ഹെഡുകൾ ഘടിപ്പിച്ച ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുമായി ഇന്ത്യൻ ഓഷ്യൻ റീജിയണിൽ 20 ദിവസത്തെ ഡിറ്ററൻസ് പട്രോൾ വിജയകരമായി പൂർത്തിയാക്കിയതോടെ ഈ കുറവിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കഴിഞ്ഞു. തൽഫലമായി ഈ ഭൂഗോളത്തിന്റെ ഏതു കോണിൽ സ്ഥിതി ചെയ്യുന്ന തങ്ങളുടെ വൈരികൾക്ക് മേലും കൃത്യമായ ഒരു ന്യൂക്ലിയർ സ്ട്രൈക്ക് നടത്താനുള്ള വിപുലമായ ശേഷിയാണ് ഇന്ത്യയുടെ ഈ ആണവ സേനയ്ക്ക് ഇന്ന് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. ജയ് ഹിന്ദ്. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.